സൗത്ത് ആഫ്രിക്കയിലെ ജോഹനാസ്ബർഗിലെ OR താംബോ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഞാൻ വന്നിറങ്ങിയിട്ട് മിനിറ്റുകളെ ആയിട്ടുള്ളൂ. അവിടെ നിന്ന് എനിക്ക് താമസിക്കേണ്ട എംപറേഴ്സ് പാലസ് എന്ന കാസിനോയ്ക്കുള്ളിലെ ഹോട്ടലിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഗൈഡും സഞ്ചാരത്തിന്റെ ഇവിടുത്തെ പ്രതിനിധിയുമായ ടെഫോയാണ് കാർ ഓടിക്കുന്നത്. ഇവിടെ ഒരു ടോൾ ഗേറ്റ് ഉണ്ട്. ആയിരക്കണക്കിന് കാറുകൾ നിരന്നു കിടക്കുന്നു. ഇതാണ് എനിക്ക് താമസിക്കാനുള്ള ഹോട്ടൽ. എനിക്ക് മാത്രമല്ല, സഞ്ചാരത്തിന്റെ ടൂർ ഗ്രൂപ്പിലെ 40 പേരും ഇന്ന് ഇവിടെയാണ് താമസിക്കുന്നത്. എന്നെ ഇറക്കി വിട്ടിട്ട് ടെഫോ പോയി. ഇനി ടെഫോ നാളെ രാവിലെ വരും. ഞാൻ ഹോട്ടലിനുള്ളിലേക്ക് കയറി ചെന്നു. പീർമൺ ഡി ഓറിയൽ ഗ്രാൻഡെ എന്നാണ് ഈ ഹോട്ടലിന്റെ പേര്. 5 സ്റ്റാർ ഹോട്ടലാണ്. ആഡംബരത്വമെല്ലാം നിറഞ്ഞ ഗംഭീര ഹോട്ടൽ. ഒരു രാത്രി സാധാരണഗതിയിൽ 20,000 രൂപയാണ് റൂം താരിഫ്. ഞങ്ങൾ ഇവിടെ 20 റൂമുകൾ എടുത്തിരിക്കുകയാണ്. ആ 20 മുറികളിലാണ് സഞ്ചാരത്തിന്റെ 40 പേർ താമസിക്കുന്നത്. അവർ ചെക്ക് ഇൻ ചെയ്ത ശേഷം റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വേണ്ടി നേരത്തെ തന്നെ ചെക്ക് ഇൻ നടപടികളൊക്കെ ഞങ്ങളുടെ ടൂർ മാനേജർ പൂർത്തിയാക്കിയിരുന്നു. ആ മുറിയുടെ കീ ടെഫോ തന്നിട്ടുമുണ്ട്. ഞാൻ നേരെ മുറിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. 2ാം നിലയിലാണ് എന്റെ മുറി. 2ാം നിലയിലെ കോറിഡോറിലേക്ക് കയറി ചെന്നു. അതിഗംഭീരമായ കോറിഡോർ, രാജകീയമായ സൗകര്യങ്ങൾ. സഞ്ചാരത്തിന്റെ ടൂറുകളിൽ ഗസ്റ്റുകൾക്ക് ഏറ്റവും മികച്ച അക്കോമഡേഷൻ ഒരുക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കാറുണ്ട്. കാരണം ലോക നിലവാരമൊക്കെ അനുഭവിക്കാനാണ് അവർ സഞ്ചാരത്തോടൊപ്പം വരുന്നത്. ഗംഭീരമായ അടിസ്ഥാന സൗകര്യങ്ങളും ഹോട്ടലുകളുമൊക്കെ എന്താണെന്ന് കാണുകയും അനുഭവിക്കുകയും വേണം. 2117 മുറിക്കകത്തേക്ക് കയറി ചെന്നു. ഇതാണ് എനിക്ക് വേണ്ടി റെഡിയാക്കിയിട്ടിരിക്കുന്ന മുറി. ഇതേ നിലവാരമുള്ള മുറികളിലാണ് നമ്മുടെ ടീമംഗങ്ങളെല്ലാം താമസിക്കുന്നത്. മികച്ച സൗകര്യങ്ങളും സംവിധാനങ്ങളും. ഈ ഹോട്ടൽ ഒരു കാസിനോയുടെ ഭാഗമാണ്. അതായത് എംപറേഴ്സ് പാലസ് എന്ന് പറയുന്ന വമ്പൻ ഒരു കാസിനോ കോംപ്ലക്സിനകത്തെ പ്രധാന ഹോട്ടലാണിത്. ഹോട്ടലിന്റെ പേര് വ്യത്യസ്തമാണെന്നേ ഉള്ളൂ. എല്ലാ ഫെസിലിറ്റികളുമുണ്ട്. കാസിനോയിൽ കളിക്കാൻ വരുന്നവരും ജോഹനാസ്ബർഗിലെത്തുന്ന ടൂറിസ്റ്റുകളുമൊക്കെയാണ് ഇവിടെ വന്ന് താമസിക്കുന്നത്. കാസിനോയാണ് ഇതിന്റെ ഒരു പ്രധാന ആകർഷണം. എനിക്ക് ഏറ്റവും പ്രധാനം ടോയ്ലറ്റ് ഏറ്റവും വൃത്തിയുള്ളതായിരിക്കണം എന്നതാണ്. അതിമനോഹരമാണ് ഇവിടുത്തെ ടോയ്ലറ്റും അതിന്റെ ലൈറ്റിങ്ങുമെല്ലാം. പെയിന്റിങ്സ് വരെയുണ്ട്. ഷവർ ഏരിയയൊക്കെ വളരെ ക്ലീൻ ആൻഡ് നീറ്റാണ്. ഞാൻ ലഗേജ് മുറിയിൽ വെച്ച് പെട്ടെന്നിറങ്ങി. റെസ്റ്റോറന്റിൽ നമ്മുടെ മലയാളി സംഘം വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അവർ ഭക്ഷണം കഴിച്ച് അവിടെ നിന്നിറങ്ങിയോ എന്നറിയില്ല. നീളൻ ഇടനാഴിയിലൂടെ നടന്നു. കാസിനോയുടെ വലിയൊരു പ്രദേശമാകെ റെസ്റ്റോറന്റുകളാണ്. അവിടെയാണ് ഞങ്ങൾക്കും ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യൻ, ഇറ്റാലിയൻ എന്നിങ്ങനെ പലതരം വിഭവങ്ങൾ കിട്ടുന്ന ഇടമാണ്. ഇടനാഴിയുടെ ഇരുവശത്തെയും ചുമരുകളിൽ കാഴ്ച ഇതാണ്. ഒരു മ്യൂസിയമോ ആർട്ട് ഗാലറിയോ പോലെയുണ്ട്. ലോകപ്രശസ്തരുടെ ഗംഭീര പെയിന്റിങ്ങുകൾ കൊണ്ട് ഇടനാഴി ആകെ അലങ്കരിച്ചിരിക്കുകയാണ്. ആഢ്യത്വത്തിന്റെ അങ്ങേയറ്റമെന്ന് പറയാം. ഈ ഇടനാഴിയിലൂടെ കാസിനോയ്ക്കകത്തുകൂടിയൊക്കെ കയറി ഇറങ്ങി വേണം പോകാൻ. ഇതിന്റെ 2 വശത്തും ആയിരക്കണക്കിന് ആളുകൾ വന്ന് കളിക്കുന്ന കാസിനോകളുണ്ട്. കാസിനോകളാണ് നേരെ മുന്നിൽ കാണുന്നതൊക്കെ. ആളുകൾ ചൂതാട്ടം നടത്തുന്ന സ്ഥലങ്ങൾ. കാസിനോകളുടെ അകം ആഢ്യത്വം നിറഞ്ഞതായിരിക്കും. സമ്പന്നതയുടെ അങ്ങേയറ്റം പ്രദർശിപ്പിക്കുന്നതാണവ. കെട്ടിടത്തിനകത്തുകൂടിയുള്ള വിശാല വഴി. നമ്മൾ ആകാശത്തിന് കീഴിൽ ഒരു ക്ലാസിക് നഗരത്തിന്റെ തെരുവിലൂടെ നടക്കുകയാണെന്നേ തോന്നൂ. ഖത്തറിലെ ദോഹയിലും അമേരിക്കയിൽ ലാസ് വേഗാസിലെ വെനീഷ്യൻ എന്ന കാസിനോയിലുമൊക്കെ കണ്ടതുപോലെയുണ്ട്. മൈക്കലാഞ്ചലോയുടെ ഡേവിഡ് എന്ന പ്രതിമയുടെ ഒരു റെപ്ലിക്കയാണ് ഈ സ്ക്വയറിന് നടുവിൽ. ഇവിടെയാണ് ഫുഡ് കോർട്ട്. എയർ കണ്ടീഷൻഡായ വിസ്തൃത പ്രദേശം. നല്ല ആംബിയൻസ്. നിരവധി റെസ്റ്റോറന്റുകളാണ് ചുറ്റും. ഒരു വൈകുന്നേരം ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നത് എന്തൊരു ഗംഭീര അനുഭവമാണ്. സഞ്ചാരത്തിന്റെ ടൂറിൽ പങ്കെടുക്കുമ്പോൾ ലോക നിലവാരമുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. കാസിനോയിൽ പോകേണ്ടവർക്ക് അവിടെ പോകാം. ഈ വഴികളിലൂടെയൊക്കെ ചുറ്റി നടക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. സഞ്ചാരം ടൂറിൽ 3 നേരത്തെയും ഭക്ഷണം ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് ആരും പ്രത്യേകം കാശ് മുടക്കേണ്ട.
സഞ്ചാരത്തിന്റെ കൂടെയാണ് യാത്രയെങ്കിൽ ഒരു കാര്യത്തിനും അഡീഷണലായി പണം മുടക്കേണ്ടതില്ല. ടേസ്റ്റ് ഓഫ് മുംബൈ എന്ന ഈ റെസ്റ്റോറന്റിലാണ് നമ്മുടെ ഡിന്നർ ഒരുക്കിയിരിക്കുന്നത്. ഞാൻ അകത്തേക്ക് കയറി ചെന്നു. ബുഫേ ഡിന്നറാണ്. അവിടെ ചെന്നപ്പോൾ നമ്മുടെ ആളുകളൊക്കെ ഭക്ഷണം കഴിച്ചു പോയിരിക്കുന്നു. ചിലർ കാസിനോയിലേക്ക് പോയിട്ടുണ്ടാകാം. ക്ഷീണിച്ചവർ വിശ്രമിക്കാൻ റൂമുകളിലേക്കും പോയിരിക്കും. ഞാൻ ഇന്ത്യൻ ബുഫേ ഡിന്നർ എടുത്ത് അവിടെ ഇരുന്ന് കഴിച്ചു. സഞ്ചാരം ടൂറിൽ 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഇന്ത്യൻ ഭക്ഷണം കൊടുക്കും. സംഘത്തിലെ ആളുകളിൽ പലരും മറ്റു നാട്ടിലെ ഭക്ഷണം കഴിച്ച് മടുക്കും. അതുകൊണ്ട് 2 ദിവസം കൂടുമ്പോൾ ഒരു നേരമെങ്കിലും ഇന്ത്യൻ ഫുഡ് കൊടുക്കുന്നു. ചുറ്റും റെസ്റ്റോറന്റുകളുള്ള സ്ക്വയറിന് മധ്യത്തിൽ ഇവിടെ കുറെ ചൂണ്ടുപലകകളുണ്ട്. കാസിനോ, ഇവിടെയുള്ള മറ്റു ഫെസിലിറ്റികൾ, കഫേകൾ എന്നിവിടങ്ങളിലേക്കെല്ലാമുള്ള ചൂണ്ടുപലകകളാണ്. ശരിക്കും ഇതിനെ ഒരു ഇൻഡോർ സിറ്റി എന്ന് വിശേഷിപ്പിക്കാം. കൺവെൻഷൻ സെന്റർ, ഹോട്ടലുകൾ, കാസിനോകൾ, റെസ്റ്റോറന്റുകൾ, സ്പാ എന്നിങ്ങനെയെല്ലാമുണ്ട്. പല പല പടിപ്പുരകൾ. അതൊക്കെ കടന്ന് ഞാൻ വീണ്ടും നടന്നു. വലതുവശത്തും ഇടതുവശത്തും കാണുന്നതെല്ലാം മാളുകൾ, ഷോപ്പുകൾ, റെസ്റ്റോറന്റുകൾ, ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ ഷോറൂമുകൾ എന്നിവയൊക്കെയാണ്. 100 കണക്കിന് ആളുകൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു. ഇതിലൂടെയൊക്കെ നടക്കുമ്പോഴാണ് ഒരു വിശ്വപൗരനായി കഴിഞ്ഞു എന്ന തോന്നൽ നമുക്കുണ്ടാകുന്നത്. നമ്മളും മോശക്കാരല്ല, ലോക നിലവാരത്തിലെത്തിയ ഒരാളാണ് എന്ന സ്വയം ഒരു അഭിമാനമൊക്കെ ഉണ്ടാവുന്നു. ഇത്തരമൊരു സ്ഥലത്ത് ഒരു ദിവസം താമസിക്കുകയാണ്. വെറുതെ കറങ്ങാൻ വന്നയാളല്ല. ഇവിടെ വഴികളുടെ 2 വശത്തും കാണുന്നതെല്ലാം കാസിനോകളാണ്. ഇതിവിടുത്തെ വിക്ടോറിയം കാസിനോയാണ്. അതിനകത്തൊക്കെ കളികൾ നടക്കുന്നു. സ്ലോട്ട് മെഷീനുകളുടെ മുമ്പിലിരുന്ന് ഇവിടുത്തെ കറൻസി നൽകി വാങ്ങുന്ന കോയിനുകൾ ഇട്ട് കളിക്കുന്ന കളിയാണ്. $5 ഇട്ട് കളിച്ചാൽ ചിലർക്ക് $100-200 തിരിച്ചു കിട്ടാം. ചിലപ്പോൾ $1000 കിട്ടാം. ഇട്ടത് മുഴുവൻ പോയെന്നുമിരിക്കാം. ഇതൊന്നും വലിയ അപകടമുണ്ടാക്കുന്ന കളികളല്ല. പക്ഷെ ചിലർ ഈ ഗെയിമുകളിൽ അഡിക്റ്റ് ആവും. അത് മാത്രമേ ഉള്ളൂ കുഴപ്പം. അനാശാസ്യമോ തട്ടിപ്പോ ഒന്നും നടക്കുന്ന സ്ഥലമല്ല യഥാർത്ഥ കാസിനോ. കാശുള്ളവൻ അവിടെ പോയിരിക്കുന്നു. ചിലപ്പോൾ പണം കിട്ടുന്നു, അല്ലെങ്കിൽ പോകുന്നു. നമ്മുടെ നാട്ടിൽ ലോട്ടറി എടുക്കുന്നത് പോലെ. ശരിക്കും അതുതന്നെയാണ് സംഗതി. നമ്മുടെ നാട്ടിൽ ലോട്ടറി ആരുടെയെങ്കിലും കയ്യിൽ നിന്നെടുക്കണം, എന്നിട്ട് കാത്തിരിക്കണം. അടിച്ചെങ്കിൽ പത്രത്തിലൂടെയോ മറ്റു മീഡിയകളിലൂടെയോ അറിയും. ഇവിടെയാകട്ടെ മെഷീനിലാണ് ലോട്ടറിക്കുള്ള പണമിടുക. അടിച്ചോ ഇല്ലയോ എന്ന് ഉടനെ അറിയാം. അടിച്ചെങ്കിൽ അപ്പോൾ തന്നെ കാശും കിട്ടും. അതിവിസ്തൃതമായ ഹാളുകൾ, 100 കണക്കിന് സ്ലോട്ട് മെഷീനുകൾ. അനേകം ആളുകൾ മെഷീനിന് മുന്നിലിരുന്ന് കളിക്കുന്നത് കാണാം. കാസിനോയെക്കുറിച്ചും മറ്റു പലതിനെക്കുറിച്ചും നമ്മുടെ ധാരണകൾ ആരൊക്കെയോ എന്നൊക്കെയോ ഉപയോഗിച്ച ചില വാക്കുകളും പ്രയോഗങ്ങളും മാത്രമാണ്. അല്ലാതെ കണ്ടിട്ടോ അറിഞ്ഞിട്ടോ പഠിച്ചിട്ടോ അല്ല പല കാര്യങ്ങളെയും നമ്മൾ എതിർക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്യുന്നത്. ഇതെല്ലാം സ്ലോട്ട് മെഷീനുകൾ തന്നെ. എല്ലായിടത്തും നിറയെ ആളുകളൊന്നുമില്ല. ചിലയിടത്ത് ചിലരൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ചിലയിടത്ത് ചീട്ടുകളിയും കൂടി നടക്കുന്നുണ്ടാവും. ഒരു ടേബിളിനു ചുറ്റും കളിക്കാർ ഇരിക്കുന്നു. അതിനൊപ്പം വേണമെങ്കിൽ നമുക്കും പോയിരുന്ന് കളിക്കാം. ഞാൻ കുറേ നേരം കാസിനോയ്ക്കകത്തുകൂടി ചുറ്റി നടന്നു. നമ്മുടെ ഗ്രൂപ്പിലെ ആളുകളെയൊന്നും ഒരു നിരീക്ഷണത്തിൽ കണ്ടില്ല. ചിലപ്പോൾ അകത്തെവിടെയെങ്കിലും കണ്ടേക്കാം. കാസിനോയ്ക്കകത്ത് വിശദമായി ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ കളിക്കുന്നവരുടെ ക്ലോസപ്പിലേക്കൊന്നും പോയില്ല. വേറൊരു വഴിയിലൂടെ പുറത്തേക്കിറങ്ങി. സൗത്ത് ആഫ്രിക്കയിൽ സമ്മർ സീസണാണിത്. എന്നിട്ടും നല്ല തണുപ്പ്. ഉത്തരാർദ്ധഗോളത്തിൽ തണുപ്പുകാലമാകുമ്പോൾ ഇവിടെ സമ്മർ ആയിരിക്കും. ഞാൻ കുറച്ചുനേരം ഹോട്ടലിന് പുറത്തുകൂടിയൊന്ന് നടക്കുകയാണ്. ഹോട്ടലിനകത്തുകൂടി കയറി കോറിഡോറുകളിലൂടെയായിരുന്നു ഇതുവരെ പോയിരുന്നതെങ്കിൽ ഇപ്പോൾ പുറത്തേക്കിറങ്ങിയിരിക്കുന്നു. ഇതാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടൽ. ഹോട്ടൽ പീർമൺ ഡി ഓറിയൽ ഗ്രാൻഡെ. സുഖകരമായ തണുപ്പിലൂടെ ഞാൻ ചുറ്റി നടന്നു. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.
പിറ്റേ ദിവസം പ്രഭാതം. ഇതാണ് ഹോട്ടലിന് പിന്നിലെ ഉദ്യാനം. അതിമനോഹരമായൊരു പ്രോപ്പർട്ടിയാണ് ഈ ഹോട്ടൽ. ഇതൊന്നും രാത്രി കണ്ടില്ലായിരുന്നു. വിശാലമായൊരു ഉദ്യാനം, ഫൗണ്ടനുകൾ, വൃക്ഷനിരകൾ. ഇത് ആഫ്രിക്കയാണെന്ന് പറഞ്ഞാൽ ആദ്യം വിശ്വസിക്കാൻ അല്പം പ്രയാസമുണ്ടാകും. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ ആംബിയൻസ് അതിഗംഭീരം. ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്തത് ഇവിടെയാണ്. ഈ ഉദ്യാനത്തിന്റെ ഓരത്ത് മെയിൻ ഹോട്ടൽ ബിൽഡിംഗിൽ നിന്ന് അല്പം ഇറങ്ങി ഒരു സ്ഥലം. സംഘത്തിലെ എല്ലാവരും ഇവിടെ വന്നാണ് പ്രാതൽ കഴിക്കുക. പുറത്തെ കുറച്ച് ഷോട്ടുകളൊക്കെ എടുത്തിട്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പോഴേക്കും നമ്മുടെ ഗ്രൂപ്പിലെ ഓരോരുത്തർ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങിയിരിക്കുന്നു. എല്ലാവരും പല പ്രൊഫഷണൽ ഉള്ളവരാണ്. എങ്കിലും കൂടുതൽ പേരും ബിസിനസ്സുകാരാണ്. വലിയ ആവേശത്തിലാണ് ഓരോരുത്തരും. ആഫ്രിക്കയിലൂടെയുള്ള കഴിഞ്ഞ 7 ദിവസത്തെ യാത്ര അതിഗംഭീരമായ അനുഭവമായിരുന്നു എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ചിലർക്ക് അപ്രതീക്ഷിതമായി കണ്ടതിന്റെ സന്തോഷം. സഞ്ചാരത്തിന്റെ ടീമിൽ യാത്ര ചെയ്യുന്ന എല്ലാവരും ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരു കുടുംബം പോലെയാവുന്നു. എല്ലാവരും ഹാപ്പിയാണ്. ഇന്നലെ രാത്രിയിൽ എന്നെ പ്രതീക്ഷിച്ചിരുന്നു ഇവർ. ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യുന്നത് ബാറിന്റെ ഒരു കൗണ്ടറിന്റെ ചുറ്റുമായിട്ടാണ്. രാവിലെ ആരും പോയി കള്ളുകുടിക്കുന്നൊന്നുമില്ല. എങ്കിലും ഈ ബാറും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന റെസ്റ്റോറന്റിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഇന്നലെ രാത്രി ഞാൻ വരുമ്പോൾ ഇവിടെ നല്ല ആൾത്തിരക്കുണ്ടായിരുന്നു. രാത്രിയിലാണ് ഇവിടെ ആഘോഷം. 8 മണിക്ക് ഞങ്ങൾ യാത്ര പുറപ്പെടും. അതിനു മുൻപേ 7 മണിക്ക് തന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിക്കഴിഞ്ഞു. എല്ലാ പ്രായക്കാരുമുണ്ട്. പല പ്രൊഫഷനുകളിൽ ഉന്നത പദവിയിലിരിക്കുന്നവരുണ്ട്. റെയിൽവേയിലും മറ്റു സ്ഥാപനങ്ങളിലുമൊക്കെ ജോലി ചെയ്തിരുന്നവരുണ്ട്. ബിസിനസ്സുകാരും ഉന്നതോദ്യോഗസ്ഥരും പ്രൊഫഷണലുകളും കർഷകരും വീട്ടമ്മമാരും എല്ലാമുള്ള സംഘമാണ്. ഇവരെയെല്ലാം നയിക്കുന്നത് ഒറ്റ വികാരമാണ്, സഞ്ചാരമെന്ന വികാരം, ലോകം കാണുക എന്ന വികാരം. നമ്മുടെ നാടിന് പുറത്തും ലോകമുണ്ടെന്നും അവിടുത്തെ ജീവിതം കാണണമെന്നുമുള്ള വികാരം. ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ലോബിയിലേക്ക് ചെല്ലുമ്പോഴേക്കും ഞങ്ങളുടെ ലഗേജൊക്കെ പുറത്തിറക്കി വെച്ചു. ഇതൊക്കെ ഇവിടുത്തെ പോർട്ടർമാർ വണ്ടിക്കകത്ത് കയറ്റിവെച്ചുകൊള്ളും. ഞാൻ ഹോട്ടലിന്റെ മുൻഭാഗത്തേക്ക് ഇറങ്ങി. ഇന്നലെ രാത്രിയായിരുന്നതുകൊണ്ട് ഈ പരിസരം നേരെയൊന്ന് കാണാൻ പറ്റിയിരുന്നില്ല. അതിമനോഹരമായ ഒരു പ്രദേശത്താണ് ഹോട്ടൽ പീർമൺ ഡി ഓറിയൽ ഗ്രാൻഡെ. അതിനപ്പുറം കാണുന്നതാണ് കാസിനോ. ഇന്നലെ കണ്ട ആ താഴികക്കുടമൊക്കെ ആ കെട്ടിടത്തിലാണ്. ടൂറിസ്റ്റുകളുടെ ലഗേജ് എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാനായി പ്രത്യേകം വണ്ടിയൊക്കെയുണ്ട്. കുറച്ചു സമയം കൂടിയുണ്ട് നമുക്ക് പുറപ്പെടാൻ. ഏതാണ്ട് 15 മിനിറ്റ് കൂടിയുള്ളതുകൊണ്ട് ഞാൻ അതിലെ ഒന്ന് ചുറ്റി നടന്നു. ഈ ഹോട്ടലിന് നേരെ മുന്നിൽ വലിയൊരു പ്രതിമയുണ്ട്. ദ കോൺഗറർ എന്ന് പേരിട്ടിരിക്കുന്ന പ്രതിമ. ബ്രോൺസിൽ നിർമ്മിച്ച ലോകത്തെ ഏറ്റവും വലിയ കുതിരപ്രതിമ ഇതാണ്. 5.5 മീറ്റർ ഉയരവും 9 മീറ്റർ നീളവുമുണ്ട് ഇതിന്. സ്നെയിൽ ജോൺസൺ എന്ന ശില്പി അമേരിക്കയിലെ അരിസോണയിൽ വെച്ച് നിർമ്മിച്ചതാണിത്. 385 കഷ്ണങ്ങളായി നിർമ്മിച്ച ശേഷം അത് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയോജിപ്പിക്കുകയായിരുന്നു. 8640 കിലോ ഭാരമുള്ള കൂറ്റൻ ശില്പം. ഇതാണ് നമ്മുടെ ഹോട്ടൽ. പഴയ സൗത്ത് ആഫ്രിക്ക വേൾഡ് ട്രേഡ് സെന്റർ നിലനിന്നിരുന്ന സ്ഥലത്ത് 1998 ഈ ഹോട്ടൽ നിർമ്മിക്കുന്നത്. 2 തിയേറ്ററുകളും 40 വ്യത്യസ്ത റെസ്റ്റോറന്റുകളുള്ള ഫുഡ് കോർട്ടും മീറ്റിംഗ് ഹാളുകളും ഫിറ്റ്നസ് സെന്ററുകളും എല്ലാം ഉണ്ട് ഇവിടെ. ഞങ്ങളുടെ വണ്ടി റെഡിയാണ്. ടീമിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എത്തിക്കഴിഞ്ഞു. ടൂർ മാനേജർ സമീലുമുണ്ട്. ലഗേജ് വണ്ടിയിലേക്ക് കയറിക്കഴിഞ്ഞു. ഇനി യാത്ര പുറപ്പെടുകയാണ്. ഹിൽട്ടൺ റോസ് എന്ന കമ്പനിയുടെ ബസ്സാണ് സഞ്ചാരം ഇവിടുത്തെ യാത്രയ്ക്കെടുത്തിരിക്കുന്നത്. ഇന്ന് രാവിലെ ഞങ്ങൾ പോകുന്നത് ജോഹനാസ്ബർഗിലെ കാഴ്ചകളിലേക്കാണ്. സാംബിയ, സിംബാബ്വെ, ബോട്സ്വാന എന്നീ 3 രാജ്യങ്ങളിൽ യാത്ര ചെയ്തതിനു ശേഷമാണ് സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരമാണ് ടീം സൗത്ത് ആഫ്രിക്കയിലെ ജോഹനാസ്ബർഗിൽ വന്നിറങ്ങിയത്. ഇന്നിനി ജോഹനാസ്ബർഗിലെ കാഴ്ചകളിലൂടെ പോയ ശേഷം രാത്രിയിൽ ഞങ്ങൾ മൊസൽ ബേ എന്ന സ്ഥലത്തെത്തും.
രാത്രി അവിടെ താമസിച്ച ശേഷം നാളെ അവിടുത്തെ കാഴ്ചകളിലേക്ക് പോകും. മറ്റന്നാൾ കേപ്പ് ടൗണിലേക്കാണ് യാത്ര. 2-3 ദിവസം ഞങ്ങൾ കേപ്പ് ടൗണിലുണ്ടാകും. സൗത്ത് ആഫ്രിക്കയിലെ സഞ്ചാരം പൂർത്തിയാക്കിയ ശേഷം സംഘം എത്യോപ്യയിലേക്ക് പോകും. എത്യോപ്യയും കണ്ടുകഴിഞ്ഞേ നാട്ടിലേക്ക് മടങ്ങുകയുള്ളൂ. ഞാൻ നേരത്തെ സാംബിയയും സിംബാബ്വേയും ഒക്കെ സന്ദർശിച്ച് സഞ്ചാരത്തിൽ കാണിച്ചതായതുകൊണ്ടും മറ്റു തിരക്കുകൾ കാരണവും സൗത്ത് ആഫ്രിക്കയിൽ വെച്ചാണ് ഇവരുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഹിബോ എന്നാണ് ഈ ഡ്രൈവറുടെ പേര്. മനോഹരമായ ഉദ്യാനം, വിശാലമായ ക്യാമ്പസ്, അതിനകത്താണ് എംപറേഴ്സ് പാലസ്. ഞങ്ങൾ ഇന്ന് ആദ്യം കാണാൻ പോകുന്ന പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളിൽ ഒന്ന് ഗാന്ധിജി ഏറെ നാൾ സൗത്ത് ആഫ്രിക്കയിലായിരുന്നപ്പോൾ ജോഹനാസ്ബർഗിൽ അദ്ദേഹം താമസിച്ചിരുന്ന വീടാണ്. മറ്റൊന്ന് നെൽസൺ മണ്ടേല ജീവിക്കുകയും മരിക്കുകയും ചെയ്ത വീടും. ഗൈഡ് ടെഫോ സൗത്ത് ആഫ്രിക്കയിലെ 11 ഭാഷകളിൽ ആദ്യം തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞു. പിന്നെ യാത്രയെപ്പറ്റി ഒരു ആമുഖവും തന്നു. യാത്ര ചെയ്യുന്ന സ്ഥലത്തിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ മനസ്സിലാക്കാൻ താല്പര്യമുള്ള ഒരു സംഘം കൂടിയാണിത്. അതുകൊണ്ട് ഈ കഥകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. സഞ്ചാരം ഈ ടൂർ അനൗൺസ് ചെയ്തപ്പോൾ ടൂറിൽ ബുക്ക് ചെയ്തവരോട് മറ്റു പലരും ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലൂടെ പോകുന്നത് അവിടുത്തെ ദാരിദ്ര്യം കാണാനല്ലേ എന്ന്. കണ്ണു തുറന്നൊന്ന് കാണുക. ഇതാണോ ദാരിദ്ര്യം? യൂറോപ്പിലൂടെ സഞ്ചരിക്കുന്ന അതേ ഫീലാണ് ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലൂടെയും ഇപ്പോൾ സഞ്ചരിക്കുമ്പോൾ. അതേ കാലാവസ്ഥ, മനോഹരമായ വഴിയോരങ്ങൾ, 6 വരിയും 8 വരിയുമുള്ള പാതകൾ, അതിഗംഭീരമായ ഇൻഫ്രാസ്ട്രക്ചർ, ഒരു ബാനറോ പോസ്റ്ററോ ഇല്ലാത്ത വഴിയോരങ്ങൾ, നല്ല വാഹനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ. നമുക്ക് ആഫ്രിക്കയെക്കുറിച്ചുള്ള തെറ്റുധാരണകളെല്ലാം മാറേണ്ട സമയം കഴിഞ്ഞു. അങ്ങകലെ മലമുകളിൽ കാണുന്നതാണ് ജോഹനാസ്ബർഗ് സിറ്റിയുടെ ഡൗൺ ടൗൺ ഏരിയ. അവിടേക്ക് ഞങ്ങൾ പോകുന്നുണ്ട്. ഈ ഇൻഫ്രാസ്ട്രക്ചറും നഗരത്തിന്റെ ഭംഗിയും വൃത്തിയുമൊക്കെ ഒന്ന് ആസ്വദിക്കുക. എന്നിട്ട് പറയൂ, ആഫ്രിക്ക എവിടെ നിൽക്കുന്നുവെന്ന്. ആഫ്രിക്കയെ ഇന്ന് കാണുന്ന ഈ സൗന്ദര്യത്തിലേക്ക് എത്തിച്ചതിൽ വലിയൊരു പങ്ക് ഇവിടെ താമസിച്ചിരുന്ന സായിപ്പുമാർക്കുണ്ട്. പക്ഷേ വലിയ ദുരിതത്തിന്റെയും ദുരന്തങ്ങളുടെയും ചരിത്രം കൂടി സൗത്ത് ആഫ്രിക്കയ്ക്കും ജോഹനാസ്ബർഗിനുമൊക്കെ ഉണ്ടെന്നോർക്കണം. ജോഹനാസ്ബർഗിന്റെ ചരിത്രം തുടങ്ങുന്നത് ഇവിടെ സ്വർണം കണ്ടുപിടിക്കുന്നതോടുകൂടിയാണ്. 1854 ഈ മേഖലയിൽ സ്വർണം കണ്ടെത്തുന്നത്. താമസിയാതെ ധാരാളം സ്വർണ്ണാന്വേഷകർ ഇവിടേക്കെത്തി. അങ്ങനെയാണ് ജോഹനാസ്ബർഗ് എന്ന പട്ടണം രൂപപ്പെട്ടത്. എത്ര വൃത്തിയായിട്ടാണ് നഗരത്തെ ഒരുക്കിയിട്ടിരിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരുക്കിയ സൗകര്യങ്ങളായിരിക്കാം. പക്ഷേ ഇന്ന് ബ്രിട്ടീഷുകാരുടെ ഭരണമല്ല, ഈ നാട്ടുകാരുടെ ഭരണമാണ്. ഇവിടുത്തെ കറുത്തവർഗക്കാരാണ് ഇപ്പോഴും ഇതിനെ ഈ മട്ടിൽ സംരക്ഷിച്ചിരിക്കുന്നത്. ശരിക്കും ബ്രിട്ടീഷുകാർക്ക് മുൻപേ ഡച്ചുകാരാണ് ഇവിടെ എത്തിയതും ഒരു കോളനി സ്ഥാപിച്ചതും. 17-18 നൂറ്റാണ്ടുകളിൽ ആഫ്രിക്കയുടെ പല ഭാഗത്തും ഡച്ച് സ്വാധീനം വ്യാപകമായിരുന്നു. പിന്നെയാണ് ബ്രിട്ടീഷുകാരുടെ വരവ്. ജോഹനാസ്ബർഗ് മേഖലയിൽ സ്വർണം കണ്ടെത്തിയതോടെ ഭാഗ്യാന്വേഷികളായ അനേകം ഇംഗ്ലീഷുകാർ ഇവിടേക്കെത്തി. വലിയ തിരക്കുള്ള പട്ടണമായി ജോഹനാസ്ബർഗ് വളർന്നു. നമ്മുടെ മുംബൈ പോലെ ഇവിടം സൗത്ത് ആഫ്രിക്കയുടെ വാണിജ്യത്തിന്റെ പ്രധാന കേന്ദ്രമായി മാറി. ഇവിടെ മുഴുവൻ സ്വർണ്ണഖനികളായിരുന്നു ഒരു കാലത്ത്. സൗത്ത് ആഫ്രിക്കയാണ് ലോകത്ത് ഏറ്റവും അധികം സ്വർണം ഖനനം ചെയ്യുന്ന സ്ഥലം. രത്നം, വജ്രം എന്നിവയുടെ ഒക്കെ നാടാണ് സൗത്ത് ആഫ്രിക്ക. അതാണ് ഈ നാടിന്റെ സാമ്പത്തിക വളർച്ചയുടെ ഒരു പ്രധാന കാരണം. ഇവർക്ക് ദുരിതത്തിന്റെ ഒരു കാലമുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. അതിവിടുത്തെ വംശവെറിയുടെ കാലമായിരുന്നു. കുടിയേറി വന്ന വെള്ളക്കാർ ഇന്നാടിന്റെ അവകാശികളായ കറുത്തവരെ മൃഗതുല്യം പരിഗണിച്ച കാലമായിരുന്നു വർണ്ണവിവേചന കാലം. വെള്ളക്കാരുടെ ഗവൺമെന്റ് കറുത്തവരുടെ അവകാശങ്ങൾ ഓരോന്നായി എടുത്തുകളഞ്ഞു. രാജ്യത്തെ ജനസംഖ്യയിൽ 70% കറുത്തവർഗക്കാരായിരുന്നു. അവർ രാജ്യത്തെ ഭൂമിയുടെ 7.5% സ്ഥലത്ത് ഒതുങ്ങി ജീവിക്കണമെന്ന നിയമം വന്നു. അതിന് പുറത്ത് ഭൂമി വാങ്ങാനോ കൃഷി ചെയ്യാനോ കറുത്തവർക്ക് അവകാശമില്ല. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കറുത്തവരെ ഈ 7.5% ഭൂമിയിലേക്ക് ബലമായി മാറ്റിപ്പാർപ്പിച്ചതോടെ അവിടുത്തെ ചേരികൾ ലോകത്തെ ഏറ്റവും ദുരിതം നിറഞ്ഞ ഇടങ്ങളായി മാറി.
1948 ഇവിടെ അധികാരത്തിൽ വന്ന വെള്ളക്കാരുടെ ഗവൺമെന്റാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും കുപ്രസിദ്ധമായ വർണ്ണവിവേചനത്തിന് തുടക്കമിട്ടത്. ഈ കഥകൾ കേൾക്കുമ്പോഴും ഇവിടുത്തെ അച്ചടക്കവും വൃത്തിയും വീക്ഷിച്ചുകൊണ്ടിരിക്കണമെന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. അതാണ് കണ്ണിലൂടെ കടന്നു പോകേണ്ടത്. സൗത്ത് ആഫ്രിക്ക എന്നൊരു രാജ്യത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ മലയാളികളിൽ ചിലർ സൗത്ത് ആഫ്രിക്കയിലാണ് എന്ന് പറയുമ്പോൾ, അവർ നമ്മളെക്കാൾ താഴ്ന്ന നിലവാരത്തിലാണ് ജീവിക്കുന്നത് എന്നൊരു ധാരണ പലർക്കുമുണ്ട്. അത് മാറാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷ്വൽസ് കൃത്യമായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ അങ്ങാടികൾ, ചെറിയ ജനവാസ ഇടങ്ങൾ, അടുത്ത ഘട്ടത്തിലെ റോഡ് വികസനത്തിനായി സ്ഥലം അക്വയർ ചെയ്തിട്ടിരിക്കുന്ന പാതകൾ, ഉന്മേഷദായകമാണ് കാഴ്ചകളെല്ലാം. മഹാത്മാഗാന്ധി 1 വർഷത്തോളം ഇവിടെ താമസിച്ച വീട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. ബസ് അവിടെ എത്തുന്നതും കാത്ത് ഞാനിരുന്നു.